ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം ഏത് രീതിയിൽ പഠിക്കണം, സ്പെഷ്യൽ ടോപ്പിക്കിന് എത്രമാത്രം പ്രാധാന്യമാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആശങ്കയുണ്ടാവും. പക്ഷേ 20 മാർക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ PSCയുടെ മറ്റ് ഫോഴ്സ് എക്സാമുകളെ പോലെ അത്ര ടഫ് അല്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ഭാഗത്ത് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സാധാരണ PSC ജോഗ്രഫി ഭാഗത്തും അല്ലാതെയും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായ രീതിയിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്ക് മാത്രമേ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളൂ. 20 മാർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് അതിനെ എങ്ങനെ പഠിക്കാം, സിലബസിനെ പെട്ടെന്ന് കവർ ചെയ്ത് എങ്ങനെ കോൺഫിഡൻസോടുകൂടി എക്സാം ഹാളിലേക്ക് നമുക്ക് പോകാം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്മാർട്ട് വർക്കിലൂടെ ഈ 20 മാർക്കിന്റെ കണ്ടന്റിനെ എളുപ്പത്തിൽ പഠിക്കാം എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതെ വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം ഞാനിവിടെ ബോധ്യപ്പെടുത്തി തരുന്നത് ശ്രദ്ധിച്ച് കാണുക. അതനുസരിച്ച് വേണം ഇനിയുള്ള നിങ്ങളുടെ പഠനം ക്രമീകരിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. സ്പെഷ്യൽ ടോപ്പിക് തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്ന 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഫോറസ്റ്റ് ഡെഫിനിഷൻസ്, റോൾസ്, ബെനിഫിറ്റ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, വെസ്റ്റേൺ ഗട്ട്സ്, നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്, സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്, ഗ്ലോബൽ ഇന്ത്യ ആൻഡ് കേരള സിനാരിയോ, ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ടീംസ് ആൻഡ് ഫിലോസഫി, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്. അപ്പം ആദ്യത്തെ മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന 6 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാൽ, അടുത്ത മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 7 മാർക്കിന്റെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും വൈൽഡ് ലൈഫ് ഡെഫിനിഷൻസ് ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, ത്രെഡ്സ് ടു വൈൽഡ് ലൈഫ്, വൈൽഡ് ലൈഫ് ട്രേഡ്, CITES and traffic, wildlife conservation institute and executive measures, protected areas in India and in Kerala, national park, wildlife sanctuaries, community reserve and conservation reserve, MAB, man and biosphere program and concept of biosphere reserve, threatened and endemic species of western Ghats, IUCN red list categories and criteria. കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മൊഡ്യൂളിൽ 5 മാർക്കാണ്. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1918, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻ്റ് കൺസർവേഷൻ പ്രോജക്റ്റ്, ടൈഗർ, എലിഫന്റ്, ഗിർ, ലയൺ, സ്നോ ലെപ്പാർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ക്രൊക്കഡൈൽ ബ്രീഡിങ്സ് എക്സെട്ര. അതിനുശേഷം 2 മാർക്കിന്റെ ഭാഗം വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഈ ഒരു ഭാഗത്ത് നിന്ന് 2 മാർക്കിന്റെ ഭാഗമാണ്. ഈ ഒരു ഭാഗവും കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാം. നമുക്ക് ബാക്കി 2 മാർക്ക് ഒഴിച്ച് ബാക്കിയുള്ള ഏകദേശം 18 മാർക്കിന്റെ ഭാഗത്തെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, ഓരോ കാര്യങ്ങളെയും നമുക്ക് പെട്ടെന്ന് പഠിച്ച് എങ്ങനെ നമുക്ക് പഠിച്ചു തീർന്നു എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് MABയുടെ പൂർണ്ണ രൂപം എന്താണ്. ഇവിടെ ശരിയായ ആൻസർ ആണ് ഞാൻ പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് എല്ലാം ഒന്നും ഞാൻ വായിക്കുന്നില്ല. ശരിയായ ഉത്തരം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നതാണ് MABയുടെ പൂർണ്ണ രൂപം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു ടേമാണ്. ഇതിൻ്റെ ആൻസർ നമ്മളിപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ടോപ്പിക്കിനെ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് പഠിച്ച് തീർക്കുക. നിങ്ങൾ നോക്കിയേ, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു മനുഷ്യരും അവരുൾപ്പെടുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പദ്ധതിയാണ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറയുന്നത്, MAB. അപ്പം ഒന്നുകൂടി പറയാം, മനുഷ്യരും അവരുൾപ്പെടുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പദ്ധതിയാണ് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതി ആരംഭിച്ച വർഷം 1971, 1971 മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, നിലവിൽ 136 രാജ്യങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന 759 മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവുകൾ, സൈറ്റുകൾ 74,42,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ട്. ഏകദേശം ഓസ്ട്രേലിയയുടെ വലിപ്പം. ലോകത്തിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് സ്ഥാപിതമായത് 1979-ലാണ്. 1979-ലാണ്. ലോകത്തിൽ നിലവിലുള്ള ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം 759 ആണ്. ഇന്ത്യയിലെ ആകെ 18 ബയോസ്ഫിയർ റിസർവുകളിൽ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര എണ്ണമാണ്? 12 എണ്ണമാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്ന് ഇനി ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളെയും ഇവിടെ പറഞ്ഞ് കഴിഞ്ഞു. ആ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ പഠിച്ച് തീർത്തു. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം എന്നാണെന്നാണ് അടുത്ത ചോദ്യം. ഇതും വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഓൺലൈൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ശരിയായ ആൻസറിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ, 2030. അപ്പൊ ഇവിടെയും നമ്മൾ ഒരു ചോദ്യം അതിന്റെ ഉത്തരം പരിചയപ്പെട്ടു. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന നോക്കിയേ, ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ്, പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ്, ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് എന്താണ് നോക്കിയേ. ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 2013 ജൂൺ 5-നാണ്. എന്നാണ് 2013 ജൂൺ 5-നാണ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. നെക്സ്റ്റ്, ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് അശോക് ഗോലോട്ട്. ആരാണ്? അശോക് ഗോലോട്ട്. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം. രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ്. അപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, അത് രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയും കൂടിയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡിന്റെ നാശത്തിന് കാരണം പുൽമൈതാനങ്ങളുടെ നാശം, പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ, ഇവയെ ഉപയോഗിച്ച് കായിക വിനോദം നടത്തുന്നത്, ഇലക്ട്രിക് വയറുകളുമായി കൂട്ടിയിടിക്കൽ, ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് എന്ന് പറയുന്ന പക്ഷിക്ക് നാശം സംഭവിക്കുന്നത്. നെക്സ്റ്റ്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക്, ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് കൺസർവേഷൻ പ്രോജക്റ്റ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാലും അതും രാജസ്ഥാൻ തന്നെ ആണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന DNB സാങ്ച്വറിയിലാണ് ആദ്യമായി ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡിനെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972-ലെ ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് വിജയകരമായി വളർത്തിയെടുത്ത ആദ്യ രാജ്യം, ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡിനെ വിജയകരമായി വളർത്തിയെടുത്ത ആദ്യ രാജ്യം ഇന്ത്യയാണ്. അത് ജയ്സാൽമീർ സുദാസരി എന്നായിരുന്നു അതിൻ്റെ പേര്. ബ്രീഡിംഗ് സെന്റർ രാജസ്ഥാനിലായിരുന്നു അത് രൂപപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതോടുകൂടി നമ്മൾ എന്ത് ടോപ്പിക്കും കഴിഞ്ഞു? ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് അഥവാ പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റാർഡ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ടോപ്പിക്കുകൾ പലതും ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം സിലബസിന്റെ വലിപ്പം കണ്ടിട്ട് പലരും പേടിച്ചിരിക്കുകയാണ്, ഇത് എങ്ങനെ പഠിച്ചു തീർക്കുമെന്ന്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ 2 ടോപ്പിക്കുകളാണ് ഇവിടെ പഠിച്ച് തീർത്തത്.
നിങ്ങൾ നോക്കിയ 2 ടോപ്പിക്കുകൾ നമ്മളിവിടെ പഠിച്ചു എന്ന് പറഞ്ഞു. ദാ ഒരു ടോപ്പിക്ക്, ദാ രണ്ടാമത്തെ ടോപ്പിക്ക്. ഇതുപോലെ ഈ ഒരു സിലബസിൽ പലയിടങ്ങളിലായി കിടക്കുന്ന മിക്ക ടോപ്പിക്കുകളെയും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ മൊഡ്യൂളുകളായി പരിഗണിച്ചുകൊണ്ട് വേഗത്തിൽ പഠിക്കാം. ഇനി മറ്റു ചില ടോപ്പിക്കുകളെ നമുക്ക് ജോഗ്രഫിയുടെ ഭാഗവുമായി കണക്ട് ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അവിടെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ആ ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്. അപ്പോൾ ഒരേ സമയം നമ്മൾ 2 സബ്ജക്റ്റുകൾ പഠിച്ച് മാറ്റിയെന്ന ഒരു ആത്മവിശ്വാസവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂ ആൻഡ് എക്സിറ്റ്യൂ മെഷേഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ പഠിക്കുന്നു. ഇത് ബയോളജിയിലും നിങ്ങൾ സാധാരണ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരേ സമയം സിലബസിലെ 2 ഭാഗങ്ങളും പഠിച്ചു തീർത്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്ന ഒരു 4 സ്റ്റെപ്പിലുള്ള സ്ട്രാറ്റജി നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം പഠിക്കുന്ന സമയത്ത് സ്വീകരിച്ചാൽ സമയം കൃത്യമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്ത് റിവിഷനും പൂർത്തിയാക്കി വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിന് എങ്ങനെ പഠിച്ചു തുടങ്ങണം, സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ആദ്യമേ ചോദിച്ചു നിങ്ങളോട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ BFO എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുക്കണം. സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൃത്യമായി എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ നോക്കി നോക്കി പഠിച്ചു മാറ്റാൻ പറ്റും. അത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്മാൾ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ആദ്യം പഠിക്കുക. പഠിച്ചത് കൃത്യമായി മാർക്ക് ചെയ്യുക. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ, ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ 2 ടോപ്പിക്കുകളെ പോലെ ചെറിയ ടോപ്പിക്കുകൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കുകളെ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളായിട്ട് കണ്ടുകൊണ്ട് വേഗത്തിൽ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അത് കൃത്യമായി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് കാണും. മറ്റു സബ്ജക്റ്റുമായി, ജോഗ്രഫിയുമായിട്ടോ ബയോളജിയുമായിട്ടൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കണക്ട് ചെയ്ത് പഠിക്കാം. ആ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മറ്റ് സബ്ജക്റ്റുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ പഠിക്കുക. അപ്പോൾ ഒരേ സമയം നിങ്ങൾ പഠിച്ചു കഴിയുമ്പം 2 ഭാഗത്തെയും ടോപ്പിക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് മാറ്റാം. പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്ക് ആഴ്ചയിൽ 1 ദിവസം നിർബന്ധമായി റിവിഷൻ ചെയ്യണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതി അവിടെ കളഞ്ഞിട്ട് അതിനെ പോകരുത്. കാരണം പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. അപ്പോൾ കൃത്യമായി നമ്മൾ മറക്കുന്ന ഒരു ഇടവേള കണക്കാക്കി ആ സമയത്ത് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്താൽ വീണ്ടും നമ്മളിത് വായിക്കുന്നതിലൂടെ ഓർമ്മയിലേക്ക് വരും. പിന്നെ ചിലപ്പം കൂടുതൽ സമയം നമുക്ക് മറന്നു പോകാതെ നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്ക് ആഴ്ചയിൽ 1 ദിവസം നിർബന്ധമായും റിവിഷൻ ചെയ്യണം. 4ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് കൃത്യമായി നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്ത ചോദ്യത്തിൽ ഇങ്ങനൊരു ചോദ്യം വന്നു, ആ ചോദ്യത്തിന്റെ ഭാഗമല്ലയോ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതല്ലേ പഠിക്കുന്നത്, അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കും. ഉറപ്പായും ഈ പ്രാക്ടീസ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് സമാനമായ സിമിലറായ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മുടെ എക്സാം ഹാളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ട്രാറ്റജി പിന്തുടരുകയാണ് എങ്കിൽ ഉറപ്പായും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പോട്ടെ, 20 അല്ലെങ്കിൽ ഒരു 18 മാർക്കെങ്കിലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ 17 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്കാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയുടെ റാങ്കിനെ വളരെ നിർണായകമായി സ്വാധീനിക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് മുന്നിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റൂ, അല്ലാതെ എവിടെങ്കിലും വന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ സിലബസ് പ്രിൻ്റ് എടുത്ത് പഠിക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങളും ജോഗ്രഫിയും ഹിസ്റ്ററിയും മറ്റ് ഏരിയ കംപ്ലീറ്റ് സയൻസ് വിഷയങ്ങളും കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഇതെല്ലാം ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് പഠിച്ചേ. മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചേ. കൃത്യമായിട്ട് നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ മാർക്ക് ചെയ്യാനും കൂടുതൽ ഏരിയ കവർ ചെയ്യാനുമുള്ള ഒരു താല്പര്യം പോകെ വന്നു തുടങ്ങും. അങ്ങനെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് അത് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ പരീക്ഷകളിലേക്ക് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ഒരു 10-15 മാർക്കിനപ്പുറത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ 25ാമത്തെ റാങ്കിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ കാണും. അപ്പം
ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് CC ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ കൃത്യമായി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളെ വിശകലനം ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് വേണ്ടതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആദ്യം അവരെ പഠിപ്പിക്കുന്നത്. കാരണം അത്രയും ഏരിയ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പായും നല്ലൊരു റാങ്കിൽ വരാൻ സാധിക്കൂ. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് നിലവിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്യാൻ 2.0 എന്നാണ് ആ ബാച്ചിന്റെ പേര്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കൃത്യമായി പഠിച്ച് നല്ലൊരു റാങ്കിൽ എത്തുക എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന ബോട്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു റാങ്ക് ഇനി വരുന്ന സമയത്ത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക്സ്.